നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നു, വലിയ വിജയം നേടി. ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ ആദ്യ സന്ദർശനം തന്നെ പാണക്കാട്ടേക്കാണ്. ഇവിടെ വരാറുണ്ട്. ഇപ്പോഴത്തെ ഈ സന്ദർശനത്തിന് പ്രത്യേകത ഉണ്ട്. നേരത്തെ ഒരു വലിയ വിജയത്തിൻ്റെ ആഹ്ലാദം MLA എന്നുള്ള അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഈ സന്ദർശനം വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനങ്ങളുടെ ഒരു വിജയം, കൂട്ടുത്തരവാദിത്വം, അതാണ് അവിടെ വിജയിച്ചത്. ഓരോരുത്തരും ഏൽപ്പിച്ചത് അത് ഭംഗിയായി നിർവഹിച്ചു. അതിൻ്റെ ഫലം നമുക്ക് ആ പോളിംഗ് ദിനത്തിൽ കാണുവാൻ സാധിച്ചു. ജനങ്ങളെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ ഒരു ഭയപ്പാടും കൂടാതെ രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഭയപ്പാടിനെതിരെ ഉള്ള കേരളത്തിൻ്റെ ഒരു വികാരമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നമുക്ക് കാണുവാൻ കഴിയും. കേരളം ഒരു ഭയത്തിൻ്റെ നേരിലായിരുന്നു. അപ്പം അതിൽ നിന്നുള്ള മോചനം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫലപ്രഖ്യാപനമാണ് ഇത്. തുടർന്നുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇത് വളരെയേറെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പറയുന്ന കാര്യമാണ്. അപ്പോൾ UDF-ൻ്റെ നേതാക്കൾ എല്ലാവരും അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞു. ഒറ്റക്കെട്ടായി കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള യത്നം, അതിലേക്കുള്ള പ്രയാണമാണ് നടത്തുവാനുള്ളത്. അതിനെ നിയോഗമാകാൻ ആര്യാടൻ ഷൗക്കത്തിന് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് UDF-നെ ശക്തിപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച കുറ്റമായി. അപ്പോൾ ആ പാത ഷൗക്കത്തിനും ഒരു MLA എന്നുള്ള നിലയ്ക്ക് UDF-നെ ശക്തിപ്പെടുത്തുവാൻ നിലമ്പൂർ നിയോജകമണ്ഡലത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും. എല്ലാവിധത്തിലുള്ള ആശംസകളും വിജയങ്ങളും ഞാൻ നേരിടുന്നു. ഈ MLA-മാരുടെ എണ്ണ 12 നിന്ന് 13 ആയിപ്പോൾ ജില്ലയിൽ. അതെ, അതിപ്പോൾ ഈ 16 അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി 16